ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് തുണയായിരിക്കട്ടെ. ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകർന്നു നൽകുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ തുടങ്ങുന്ന തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഏത് കാലയളവിലും ദൈവം തൻ്റെ ദൗത്യ നിർവഹണത്തിനായി തനിക്ക് ആവശ്യമുള്ളവരെ തെരഞ്ഞെടുക്കുന്നതായിട്ട്. ഈ തിരുവചന ഭാഗത്തും ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ കാണുന്നത്. ആ തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടി. യേശു ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറെ താല്പര്യത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഏത് കാലഘട്ടത്തേക്കാൾ ഉപരി കർത്താവിന്റെ വചനത്തോട് ഒരു വലിയ ദാഹവും ആഗ്രഹവും ഒരുപാട് ജീവിതങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനം കേൾക്കുവാനായി, ദൈവവചനത്തെ സ്വന്തമാക്കുവാനായി സമ്പത്ത് നഷ്ടപ്പെടുത്തി, സമയം നഷ്ടപ്പെടുത്തി, അതിനെ ആരോഗ്യം നഷ്ടപ്പെടുത്തി, ജോലികൾ അറേഞ്ച് ചെയ്ത് ഒത്തിരിയേറെ കഷ്ടം സഹിച്ച് ഇന്ന് ഒരുപാട് മനുഷ്യരെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ ഓടിക്കൂടുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ മാത്രമല്ല, ഏത് ഭൂഖണ്ഡങ്ങളിൽ നമ്മൾ കടന്നു ചെന്നാലും ഇതുപോലെ ദൈവവചനത്തോടുള്ള ഒരു വലിയ ദാഹവും ആഗ്രഹവും നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഈ കാലഘട്ടത്തിൽ അനേകം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വചനത്തോടുള്ള ഒരു വലിയ ദാഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും വചനം ഇത് തന്നെ നമ്മോട് പറയുന്നത്. കർത്താവിന്റെ ആ നാളുകളിലെ കർത്താവിന്റെ വചനത്തെ കേൾക്കുവാൻ, യേശു പറയുന്നത് ശ്രദ്ധിക്കുവാൻ വേണ്ടി ജനം മുഴുവൻ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടി. അവർ യേശുവിന്റെ ചുറ്റുമാണ് തിങ്ങിക്കൂടി നിന്നത്. അവർ ഏറ്റവും അടുത്ത് നിന്നാണ് വചനം കേൾക്കുവാനായി ആഗ്രഹിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക, ഞാനും നിങ്ങളും ഇതുപോലെ വചനം കേൾക്കേണ്ടത് അകലെ ഇരുന്നു കൊണ്ടല്ല. നമ്മൾ വചനം സ്വീകരിക്കേണ്ടത് ഒളിച്ചു നിന്നുകൊണ്ടല്ല. നമ്മൾ വചനത്തെ സ്വന്തമാക്കേണ്ടത് മാറി നിന്നല്ല, അടുത്തു നിന്നുകൊണ്ടാണ്. ഇന്ന് അനേകർക്കൊരു കുറച്ചില്ല. ദൈവത്തിന്റെ വചനം അടുത്തു നിന്ന് കേൾക്കുവാൻ, വചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ ഏറെ ആഗ്രഹത്തോടെ സ്വീകരിക്കാൻ ഇന്ന് അനേകർക്കൊരു ലജ്ജയാണ്, അനേകർക്കൊരു അപമാനമാണ്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയത്രേ. ഈ ദൈവജനം അവർ യേശുവിന്റെ അടുത്ത് ചുറ്റും തിങ്ങിക്കൂടി അവർ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ പറ്റും. ഒന്നാമതായി, വചനത്തെ സ്വീകരിക്കുവാൻ കടന്നു വരുന്ന ഒരു ജനം. മറുഭാഗത്ത് തന്റെ അടുത്തേക്ക് കടന്നു വന്ന ജനത്തോട് വചനം പറയുവാൻ ആഗ്രഹിക്കുന്ന യേശു. ഇവിടെ എന്താ സംഭവിച്ചത്? യേശു നോക്കിയപ്പോൾ ഇത്രമാത്രം ജനങ്ങള് വചനം കേൾക്കുവാനായി ഓടിക്കൂടി വന്നിരിക്കുക. ഇവരോട് എങ്ങനെ വചനം പറയും? കർത്താവ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ 2 വഞ്ചി കിടക്കുന്നത് കണ്ടു, 2 വള്ളങ്ങൾ കിടക്കുന്നത് കണ്ടു. യേശു തനിക്ക് ആ സമയത്ത് ലഭ്യമായ അവസരത്തെ, സാഹചര്യത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്, പ്രയോജനപ്പെടുത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന സകല അവസരങ്ങളും നമ്മൾ പ്രയോഗിക്കണം. അതിന് ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കണം. കർത്താവിന്റെ വചനം മാക്സിമത്തിൽ സ്പ്രെഡ് ആകുവാൻ, സകല മനുഷ്യരും യേശുവിനെ അറിയുവാൻ, ഭൂഖണ്ഡങ്ങൾ ക്രിസ്തുവിനെ അറിയുവാൻ, കുടുംബങ്ങൾ യേശുവിനെ അറിയുവാൻ, ദേശങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും, നമുക്ക് ലഭ്യമാകുന്ന സകല അവസരങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ യേശു അതാ ചെയ്തത്. 2 വള്ളങ്ങൾ കിടക്കുന്നത് യേശു കണ്ടു. ആ വള്ളങ്ങളിൽ ഒന്ന് ശിമിയോൻ പത്രോസിന്റേതായിരുന്നു. യേശു വള്ളത്തിലോട്ട് കയറി ശിമിയോൻ പത്രോസിനോട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം അകലെ ഈ വള്ളം ഒന്ന് മാറ്റിയിടുക. ഇതാ തനിക്ക് ലഭിച്ച അവസരത്തെ യേശു മുതലാക്കുകയാണ്.
ഇന്ന് പലപ്പോഴും സുവിശേഷത്തിന്റെ ശക്തി വേണ്ട വിധത്തിൽ വെളിപ്പെടാത്തതിന്റെ കാരണം അനേകരിന്ന് ചിന്തിക്കുന്നുണ്ട്, മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുകയുള്ളൂ, നല്ല നല്ല അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾ യേശുവിനെ പ്രഘോഷിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താ, കർത്താവിന്റെ നാമം വേണ്ട വിധത്തിൽ മഹത്വപ്പെടുന്നില്ല. ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന ഒരുപാട് ജീവിതങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ വചനം എത്തുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഇവിടെ യേശു തനിക്ക് ലഭിച്ച അവസരത്തെ പ്രയോജനപ്പെടുത്തി നമ്മളും ഈ കാലയളവിൽ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി, സഭയെ പടുത്തുയർത്തുവാൻ വേണ്ടി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന സകല അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയ. ലാസറിന്റെ സഹോദരിയായ മറിയം, യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നു. മർത്തായും മറിയവും ചേർന്ന് യേശുവിന് നല്ലൊരു വിരുന്നൊരുക്കി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ പറ്റും. ഈ സമയത്ത് ലാസറും ആ പന്തിയിൽ ഇരുന്ന് ആഹാരം കഴിച്ചു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ലാസറിന്റെ സഹോദരിയായ മറിയം നല്ല വിലപിടിപ്പുള്ള വിലയേറിയ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് അവൾ കർത്താവിന്റെ അരികിലേക്ക് വന്ന് ആ സുഗന്ധ കുപ്പി തുറന്ന് ആ സുഗന്ധ തൈലം യേശുവിന്റെ കാലിൽ അവൾ പൂശുകയാണ്. അവൾ കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. തനിക്ക് ഏറ്റവും വിലയേറിയ, തനിക്ക് ഏറ്റവും വിലപ്പെട്ട ആ സുഗന്ധ തൈലം തന്റെ പ്രിയപ്പെട്ടവന്റെ പാദത്തിൽ ഒഴിച്ചുകൊണ്ട് അവൾ യേശുവിനെ ശുശ്രൂഷിക്കുകയാണ്. യേശുവിനെ ശുശ്രൂഷിക്കാൻ ലഭിച്ച അവസരത്തെ മറിയം അവൾ പ്രയോജനപ്പെടുത്തി. എന്നാൽ നാളുകൾ കഴിഞ്ഞു. ഇതാ കർത്താവ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയായി മാറി. അരിമത്തായിക്കാരൻ ജോസഫിന്റെ പുതിയ കല്ലറയിൽ അവർ യേശുവിനെ സംസ്കരിച്ചു. അന്ന് ഞായറാഴ്ച മറിയവും മറ്റ് സ്ത്രീകളും കൂടെ യേശുവിന്റെ കല്ലറയിലേക്ക് ചെല്ലുകയാണ്. അവരെന്തിനാ പോണേന്നറിയോ? യേശുവിന്റെ ആ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി അവനെ ശുശ്രൂഷിക്കാനായിട്ടാണ് മറിയത്തിന്റെ കൂടെ ഈ സ്ത്രീകൾ യേശുവിന്റെ കല്ലറയിലേക്ക് പോയത്. എന്നാൽ ഈ സ്ത്രീകൾ യേശുവിന്റെ കല്ലറയിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച, ഇതാ കല്ലറ ശൂന്യമായി കിടക്കുന്നു. അവിടെ യേശുവിനെ കാണുവാൻ അവർക്ക് പറ്റിയില്ല, യേശുവിനെ ശുശ്രൂഷിക്കാൻ അവർക്ക് പറ്റിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ആ സ്ത്രീകൾക്കും അവർ യേശുവിനെ ശുശ്രൂഷിക്കാൻ ചെന്നതാ, പക്ഷേ അവർക്ക് അവസരം കിട്ടിയില്ല. പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാൻ, സുവിശേഷത്തെ പ്രഘോഷിക്കുവാൻ, ദൈവരാജ്യ ശുശ്രൂഷകളുടെ പങ്കാളികളായി മാറുവാൻ എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. കാരണം നമുക്ക് പിന്നെ ഒരു അവസരം കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവമക്കളെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഇവിടെ യേശു അത് പ്രയോജനപ്പെടുത്തി. പത്രോസിനോട് പറഞ്ഞു, ആ വള്ളം ഒന്ന് മാറ്റിയിട്. ഇവിടെ നമ്മൾ പത്രോസിനെ ശ്രദ്ധിച്ച്, പത്രോസ് യേശുവിന്റെ വാക്ക് അനുസരിക്കുകയാ. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറു മീൻ പോലും കിട്ടാതെ വളരെ ക്ഷീണിതനായി മടുത്ത് വളരെ ഭാരത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് യേശു പറയുന്നത് ഈ വള്ളം അല്പം അകലേക്ക് മാറ്റിയിടുവാനായിട്ട്. എന്നാൽ പത്രോസ് എന്ത് ചെയ്തു? യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ യേശു ആ വഞ്ചിയിൽ ഇരിക്കുക. അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പത്രോസ് തന്റെ വഞ്ചി വിട്ടുകൊടുത്തു. ഇതാ അവന്റെ വിശ്രമത്തിന്റെ സമയം അവൻ യേശുവിന് കൊടുത്തു. അവന് വേണമെങ്കിൽ കിടന്നുറങ്ങാം, വേണമെങ്കിൽ യേശുവിനോട് പറയാം, യേശുവേ നീ ഒരു കാര്യം ചെയ്യ്, ഞാനൊന്ന് വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് സന്ധ്യാസമയത്ത് വരാം, ഈ വഞ്ചി ഞാൻ നിനക്ക് അപ്പൊ വിട്ടുതരാന്ന് പറഞ്ഞ് പല ഒഴികഴിവുകളും പറഞ്ഞ് പത്രോസിനെ ഒഴിഞ്ഞു മാറാമായിരുന്നു. എന്നാൽ പത്രോസ് എന്ത് ചെയ്തു? കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി അവന്റെ വിലപ്പെട്ട ആ വിശ്രമത്തിന്റെ സമയത്തെ അവൻ കൊടുക്കുവാൻ തയ്യാറായി. ശിമിയോൻ പത്രോസ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവന്റെ വള്ളത്തെ വിട്ടുകൊടുത്തതുപോലെ ദൈവ ശുശ്രൂഷകൾക്കായി നമ്മുടെ സമ്പത്ത് നാം നൽകുമ്പോൾ, നമ്മുടെ സമയത്തെ നൽകുമ്പോൾ, മക്കളെ നൽകുമ്പോൾ, ആരോഗ്യം നൽകുമ്പോൾ, കഴിവുകളെ നൽകുമ്പോൾ, നമുക്കുള്ള സകലത്തെയും നൽകുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞ് പോകുന്നൊരു ദൈവമല്ല നമ്മുടെ യേശു. അവൻ നമ്മളെ മാനിച്ച് അനുഗ്രഹിച്ച് നമ്മുടെ തലമുറകളിലേക്ക് പ്രതിഫലത്തെ നൽകുന്ന ദൈവമത്രേ. ഏതാനും നാളുകൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ നമ്മുടെ ഒരു മലയാളി കുടുംബത്തിൽ കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി. ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഭവനത്തിലെ കുടുംബനാഥൻ, അദ്ദേഹത്തിന്റെ പേരാണ് അബ്രഹാം, ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു.
ഒത്തിരിയേറെ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ടീച്ചറായിരുന്നു. 2 ആൺമക്കളെ നൽകി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരുന്നു. ആ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തനിക്ക് നൽകിയ ഈ 2 ആൺമക്കളെയും എന്റെ അരികിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ 2 കുഞ്ഞുങ്ങളെയും പൂർണ്ണ സമയം കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. എന്റെ മക്കളുടെ മേൽ സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ഉന്നതമായ അഭിഷേകം വ്യാപരിക്കുവാൻ വേണ്ടി എന്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു അപ്പന്റെ അപേക്ഷ, ആ പിതാവിന്റെ യാചന കണ്ടപ്പോൾ അറിയാതെ എന്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞുപോയി. പ്രിയ ദൈവമക്കളെ, ഇന്ന് സഭയ്ക്ക് ആവശ്യം, സമൂഹത്തിന് ആവശ്യം ഇതുപോലെ സുവിശേഷ ദർശനമുള്ള മാതാപിതാക്കളെയാണ്, യുവജനങ്ങളെയാണ്, ദമ്പതികളെയാണ്, സമർപ്പിതരെയാണ്. ലൂക്കായുടെ സുവിശേഷം 5:4 പറയുന്നു, യേശു സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞ് യേശു പോകുന്ന സമയത്ത് പത്രോസിന് കൈക്ക് പിടിച്ച്, പത്രോസെ ശിമയോനെ താങ്ക് യു എന്നും പറഞ്ഞ് ഈശോ പോവല്ല ചെയ്തത്. പത്രോസിന്റെ ആവശ്യത്തെ കർത്താവ് മനസ്സിലാക്കി. പത്രോസിന്റെ ആവശ്യത്തെ യേശു തിരിച്ചറിഞ്ഞ് കാരണം എന്താ? അവൻ തന്റെ വിലപ്പെട്ട വിശ്രമത്തിന് സമയം തനിക്കായി തന്നതാ. പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യത്തെ തിരിച്ചറിയാതെ കടന്നു പോകുന്ന ഒരു ദൈവമല്ല എന്റെയും നിന്റെയും യേശു. ഹല്ലേലൂയ. പക്ഷെ പത്രോസിന് മനസ്സിലായി യേശുവിൽ എന്തൊരു പ്രത്യേകതയുണ്ട്. അവൻ ഒരുപാട് യഹൂദ റബ്ബിമാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി ഇവൻ അധികാരത്തോടെ പഠിപ്പിക്കുന്നു. ഇവൻ വാ തുറക്കുമ്പോൾ അഭിഷേകം ചലിക്കുന്നു. ഇവൻ എന്തൊരു പ്രത്യേകതയുണ്ട്. എന്തോ കർത്താവിന്റെ ആ ശുശ്രൂഷ പത്രോസിന്റെ ഹൃദയത്തിൽ അല്പം ഒന്ന് സ്വാധീനം ചെലുത്തി. അവൻ മറുതലിപ്പൊന്നും പറയാതെ യേശു പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായി. പ്രിയ ദൈവമക്കളെ, അനുസരിക്കുമ്പോഴാണ് ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുന്നത്, നമ്മുടെ സമൂഹങ്ങളിൽ വെളിപ്പെടുന്നത്, നമ്മുടെ ശുശ്രൂഷകളിൽ വെളിപ്പെടുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് ഞാനും നിങ്ങളും യേശു പറയുന്നതാണ് അനുസരിക്കുന്നത്, അതോ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നതാണ് അനുസരിക്കുന്നത്? യേശു പറയുന്നതാണ് അനുസരിക്കുന്നത്, അതോ നമ്മുടെ ബോധ്യങ്ങൾ പറയുന്നതാണ് അനുസരിക്കുന്നത്? യേശു പറയുന്നതാണ് അനുസരിക്കുന്നത്, അത് നാട്ടുകാർ പറയുന്നതാണ് അനുസരിക്കുന്നത്? ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ യേശുവിന്റെ വാക്കുകൾ അനുസരിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് കർത്താവിന് അനുസരിക്കാൻ തയ്യാറായി. കാരണം കർത്താവ് ഇത് പത്രോസിനോട് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം, യേശുവിന്റെ കണ്ണ് പത്രോസിന് മേൽ ഒട്ടക്കി. യേശു അവനെ നോട്ടം വെച്ചിരുന്നു. ഇവൻ കൊള്ളാം, ശുശ്രൂഷയ്ക്കായി ഇവൻ കൊള്ളാം, ഇവനെ തെരഞ്ഞെടുക്കാൻ കൊള്ളാം. ഇതാ, അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി യേശു പത്രോസിനെ തെരഞ്ഞെടുക്കുമ്പോൾ പത്രോസിന് തന്റെ ശക്തി വെളിപ്പെടുത്തി കൊടുക്കണമായിരുന്നു. യേശു ആരാണെന്ന് പത്രോസ് തിരിച്ചറിയണമായിരുന്നു. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ കർത്താവ് നിർബന്ധിതനായത്. 6-ാം വചനത്തിൽ പറയുകയാണ്, വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. Of course, James, pull it in. അവരുടെ വല കീറി തുടങ്ങി. ഇപ്രകാരം ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി പത്രോസിന്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവന് മനസ്സിലായി ഇത് വെറും ഒരു സാധാരണക്കാരനല്ല. യേശു പത്രോസിനോട് പറഞ്ഞു, ശിമയോനെ, നീ ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാണ്. Come with me, Peter. I'll make you a fisher of men. മീൻ പിടിക്കുന്നവനായ ശിമയോൻ ഇതാ മനുഷ്യനെ പിടിക്കുന്നവനായിട്ട് മാറി. ഈ ഒരു തെരഞ്ഞെടുപ്പ് പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളിലും ഈ പ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് കർത്താവ് നമുക്ക് നൽകുകയാണ്. അവന്റെ രാജ്യത്തിന് വേണ്ടി, അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അവന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവൻ നമ്മളെ തെരഞ്ഞെടുക്കുകയാണ്. എന്ന് ചോദിക്കട്ടെ, ഈ വിളിയോട് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കാം. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പത്രോസിന്റെ ജീവിതത്തിൽ അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തി അവനെ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതുപോലെ ഈ നാളുകളിൽ ദൈവമഹത്വത്തിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ,
ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവാനുഗ്രഹത്തിന്റെ വലിയ പകർച്ച നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് വലിയ അഭിഷേകത്തെ കർത്താവ് പകരുകയാണ്. ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ശിമയോൻ പത്രോസ് അവന്റെ വള്ളം കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി വിട്ടുകൊടുത്തപ്പോൾ ആ ശുശ്രൂഷയെ കർത്താവ് സ്വീകരിച്ചു. ശുശ്രൂഷയെ കർത്താവ് സ്വീകരിച്ച് ശിമയോൻ പത്രോസിന്റെ വള്ളം മുങ്ങാറാകുവോളം മീനെ കൊണ്ട് നിറച്ച് അവന്റെ ആവശ്യത്തെ അനുഗ്രഹിച്ച കർത്താവിനെയാണ് നമ്മൾ ഇന്ന് തിരുവചനത്തിലൂടെ കണ്ടുമുട്ടിയത്. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളോട് ഈ ദിവസം ഈ മണിക്കൂറുകളിൽ സംസാരിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി, സുവിശേഷത്തിന് വ്യാപ്തിക്ക് വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമയം, കഴിവ്, ആരോഗ്യം, കുടുംബത്തെ, മക്കളെ, നമുക്കുള്ള സകലതിനെയും നമ്മൾ കർത്താവിന് കൊടുക്കുമ്പോൾ അവനത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേകത്തെയും അനുഗ്രഹത്തെയും പകരുന്ന ഒരു ദൈവമാണെന്ന് ഈ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സമർപ്പണത്തെ ഏറ്റെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ യുവജനങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദമ്പതികൾ അഭിഷേകം ചെയ്യണമേ. ബഹുമാനപ്പെട്ട സമർപ്പിതരെ കൂടുതൽ സുവിശേഷ ദർശനത്തിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സുവിശേഷ ദർശനത്തിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ സഭാ സമൂഹങ്ങളെ സുവിശേഷ ദർശനത്തിലേക്ക് നയിക്കണമേ. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ തലങ്ങളിലും സുവിശേഷത്തിൽ പുത്തൻ ശക്തി വെളിപ്പെടട്ടെ. കർത്താവ്, ഈ കാലയളവിൽ നിന്റെ രാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി, നിന്റെ മഹത്വത്തിന് വേണ്ടി ഓ ജീവിതങ്ങളെ അഭിഷേകം ചെയ്ത് നീ എഴുന്നേൽപ്പിക്കണമേ. കുടുംബങ്ങളിൽ നിന്ന് ധാരാളം കുഞ്ഞുങ്ങള്, യുവജനങ്ങള്, ദമ്പതികള്, സമർപ്പിതരെ, ബഹുമാനപ്പെട്ട വൈദികരെ ഈ നാളുകളിൽ ദൈവരാജ്യത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ. ഇരു കരങ്ങളും ഉയർത്തി വലിയ സ്വരത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകം കർത്താവ് നമ്മിലേക്ക് അയക്കുകയാണ്. ഈ അഭിഷേകത്തെ കർത്താവ് നമ്മളിലേക്ക് പകരുകയാ. ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, വലിയ നുറുക്കത്തോടെ യേശുവിനെ വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളതിന് തയ്യാറാണ് കർത്താവേ. നിന്റെ മഹത്വത്തിനായി, നിന്റെ രാജ്യത്തിന് വിസ്തൃതിക്കായി ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ, സമർപ്പണത്തോടെ പ്രാർത്ഥിക്കേ, നുറുക്കത്തോടെ പ്രാർത്ഥിക്കേ. കർത്താവേ, ഈ അഭിഷേകം ഞങ്ങളിലേക്ക് അയക്കണമേ. ഈ അഭിഷേകത്തെ ഞങ്ങളിലേക്ക് പകരണമേ. കൂടുതൽ സമർപ്പണമുള്ളവരാക്കി മാറ്റണമേ. ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ അധികമായി പ്രയോജനപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ.